നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതുണ്ടല്ലോ തേങ്ങാപ്പാൽ ചേർത്ത കരിമീൻ കറി. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നത്, അമ്മ മപ്പാസ് അടിപൊളി ഉണ്ടാക്കും. പക്ഷേ ഇന്ന് നമ്മൾ തേങ്ങ അരച്ച കരിമീൻ കറി, പൊള്ളിച്ച കറി അല്ലേ അമ്മ, ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് കരിമീൻ, പിന്നെ തേങ്ങാപ്പാൽ, ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ ഒരു സൗണ്ട് കേൾക്കണം. ഓക്കെ, വെള്ളമല്ല എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുക. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേപ്പില. എന്നിട്ട് ഇതെല്ലാം നന്നായി വഴറ്റുക. വഴറ്റാൻ നേരം കുറച്ച് ഉപ്പും കൂടെ ഇട്ടാം കേട്ടോ, അതാകുമ്പോൾ വേഗം വഴഞ്ഞ് കിട്ടും. നന്നായിട്ട് മൂത്ത് കിട്ടും. അത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവും വരെ നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റുക. ഇനി ഇതിൽ പൊടികൾ ഇടേണ്ടത് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കണേ. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മതി, ഒരു ചെറിയ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ ഇത് ഉലുവയും കടുവും കൂടെ അമ്മ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും 1 ടീസ്പൂൺ അല്ലേ അമ്മ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പം ഇതിൽ എത്ര പുളി ഇട്ടിട്ടുണ്ടമ്മ? ഒരു 3 കഷ്ണം പുളി. ഇത്രയും മീൻ നമ്മ ഒരു 3 കഷ്ണം പുളിയാണ് ഇട്ടേക്കണം. അത് പുളി നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു എത്ര സമയം, ഒരു മണിക്കൂർ മുന്നേ, ഒരു 2 മണിക്കൂർ മുന്നേ ഒക്കെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ പൊടിയെല്ലാം ഇട്ട് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇനി പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ആ പുളിവെള്ളം കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് തിളക്കില്ലേ, അപ്പോൾ ആ പുളി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ പുളിവെള്ളവും ചേർത്ത് നന്നായിട്ട് അരപ്പ് ചൂടാക്കുക. ഇങ്ങനെ അരപ്പ് നല്ല പാകത്തിന് തിളച്ച് വരുമ്പോൾ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഇരുന്ന് അരപ്പ് തിളയ്ക്കണം. അപ്പോൾ ഇതൊന്ന് മീനിട്ടതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതൊന്ന് വെറുതെ ഇളക്കരുത്, ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ മീനിലെല്ലാത്തിലും ആകും, അരപ്പിൽ ആ മീനൊക്കെ മുങ്ങിക്കിടക്കും. അങ്ങനെ ഇരുന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് അതങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് തിളയ്ക്കുക. പിന്നെ ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു 20 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ ഇരിക്കണം. കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതിങ്ങനെ 20 മിനിറ്റ്സ് അതിങ്ങനെ ഇരുന്ന് തിളക്കണം. കുറച്ച് വേപ്പിലൊക്കെ ഇടുക പുറമെ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്ര നന്നായിട്ടൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് മൂടി വെക്കാം. അതങ്ങനെ ആ ചൂടിലിരുന്ന് അങ്ങനെ ഇരുന്ന് സെറ്റായിക്കോളും. പിന്നെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. മീൻ കറി പെർഫെക്റ്റ് ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അഭിപ്രായം എണ്ണ തെളിഞ്ഞ് വരുന്നതാണെന്നാണ് നല്ലത്. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മീൻ കറി പെർഫെക്റ്റ് ആണെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോഴും എണ്ണ തെളിയാൻ കാത്തിരിക്കാറുണ്ട്. അങ്ങനെ തിളച്ചതിനൊക്കെ ശേഷം അടച്ചു വെക്കുന്ന മീൻ കറിയുടെ ഫൈനൽ ലുക്ക്, അതായത് നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുന്ന സമയം അതിങ്ങനെ ആ ചൂടിലിരുന്ന് ആവിയിലിരുന്ന് അതിങ്ങനെ വറ്റി ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, നല്ല അടിപൊളി മീൻ കറിയാണ്. ഞാനിനി ഇത് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, നല്ല ചൂട് മീൻകറി, നല്ല ചൂട് ചോറ്, നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അങ്ങനെ ഭയങ്കര ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധാ ഒരു ചെറിയ കരിമീൻ കറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.